Feudalism in India, or the Indian feudalism debate. Discuss the relation between feudalism, trade, and urbanization. Feudalism reconsidered by R. Sharma. While the debate critically examined the theoretical preposition of universality of the concept of feudalism or otherwise, with each historian taking his own independent position on the question of Indian historical evidence, R. Sharma, who was chiefly under attack, reconsidered some of his earlier positions, greatly refined his thesis of Indian feudalism, even as he defended it vigorously and elegantly in a paper, How Feudal Was Indian Feudalism. ഫ്യൂഡലിസം എന്നുള്ളതൊരു ഡിബേറ്റബിൾ കോൺസെപ്റ്റ് ആയിരുന്നു എന്ന് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടു. അതിൻ്റെ സൈദ്ധാന്തികമായ കാഴ്ചപ്പാട്, തിയററ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്, ഫ്യൂഡലിസത്തിൻ്റെ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത് വളരെ ഡിബേറ്റബിൾ ആയിരുന്നു. പല കാലഘട്ടങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ വൈവിധ്യമാർന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ചരിത്രകാരന്മാർ തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിക്കുന്നതിന് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ സ്വതന്ത്രമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാറുണ്ട്. പലപ്പോഴും അത് വിമർശനത്തിന് വിധേയമാവാറുണ്ട്. ആർ എസ് ശർമ്മ വളരെയധികം വിമർശനത്തിന് നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഫ്യൂഡലിസം ഇന്ത്യൻ കോൺസെപ്റ്റിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യപ്പെട്ടപ്പോൾ, അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് റിഫൈൻഡ് ചെയ്തു, തൻ്റെ തിസീസ് ഒന്ന് റിഫൈൻ ചെയ്ത് അദ്ദേഹം വീണ്ടും അവതരിപ്പിച്ചു എന്നുള്ളതാണ്. തൻ്റെ കോൺസെപ്റ്റുകൾക്ക് ഡിഫെൻഡ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ റിഫൈൻഡ് തിസീസ് പേപ്പറായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഹൗ ഫ്യൂഡൽസ് വാസ് ഇന്ത്യൻ ഫ്യൂഡലിസം എന്നായിരുന്നു. He had been criticized for looking at the rise of feudalism in India entirely as a consequence of state action in transferring land into intermediaries. അദ്ദേഹം ഫ്യൂഡലിസത്തെ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഫ്യൂഡലിസത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് ലാൻഡ് ഇൻ്റർമീഡിയറ്റ് കൈമാറ്റം ചെയ്യപ്പെട്ടതിലൂടെയാണ് എന്നായിരുന്നു, അതിൻ്റെ അനന്തരഫലമായിട്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മോഡിഫൈഡ് ഇറ്റ്, ഈ വാദത്തെ അദ്ദേഹം ഒന്ന് പുതുക്കിയിട്ട് എക്സ്പാൻഡ് ഇറ്റ് സ്കോപ്സ് ടു ഫ്യൂഡലിസം ആസ് എൻ എക്കണോമിക് ഫോർമേഷൻ വിച്ച് ഇവോൾവ് അവർ എക്കണോമിക് സോഷ്യൽ ക്രൈസിസ് ഇൻ സൊസൈറ്റി. റീഡിഫൈൻ ചെയ്തപ്പോൾ, അദ്ദേഹം അതിനെ റീകൺസിഡർ ചെയ്തപ്പോൾ, ഫ്യൂഡലിസം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു രൂപീകരണത്തിന് കാരണമായി, അല്ലെങ്കിൽ സാമൂഹിക അസമത്വം, സാമ്പത്തിക അസമത്വങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ ഫ്യൂഡലിസം രൂപപ്പെടുന്നതിന് കാരണമായി എന്ന് അദ്ദേഹം തൻ്റെ പുതിയ ആശയത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. BNS Yadua also joined with the detailed study of the notion Kali Yuga. Actually, it was the presentation Kali Yuga by R. Sharma. യദുവയും ഇതേ ആശയത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വിശദമായൊരു പഠനത്തിന് ചേരാൻ തീരുമാനിച്ചു. കലിയുഗ ഇൻ ദ ഏർലി മിഡീവൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ളതാണ്. R. S. Sharma also able to trace several other instances peasant resistance than one he had unearthed in 1965 books. 1965 അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ഇന്ത്യയിൽ രൂപപ്പെട്ട കാർഷിക പ്രക്ഷോഭങ്ങളെക്കുറിച്ച്. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആശയത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ചൊരാശയമായിരുന്നു. Sharma has lately turned his attention to ideological cultural aspect of feudal society. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആശയം തത്വചിന്താപരമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരവും സാംസ്കാരികവുമായ തലത്തിലേക്ക് കടന്നു. ഫ്യൂഡൽ സമൂഹത്തിൻ്റെ സാംസ്കാരിക തലത്തിനും
പ്രത്യയശാസ്ത്രപരമായ ആശയങ്ങളും എന്താണ് എന്നതിലേക്കായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം തയ്യാറാക്കിയ എസ്സെയാണ് എയർലി മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി എ സ്റ്റഡി ഇൻ ഫ്യൂഡലൈസേഷൻ. 2001 ഇത് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പുതിയ ആശയമാണ് ഫ്യൂഡൽ മൈൻഡ്, ദ ഫ്യൂഡൽ മൈൻഡ് എന്ന് പറയുന്നത്. He explores such problems, reflection of the feudal hierarchies in art and architecture, ideas of gratitude and loyalty as an ideology, props of feudal society. ഫ്യൂഡൽ സമൂഹത്തിൻ്റെ സഹായക ഘടകങ്ങളെന്ന് പറയുന്നത് ഫ്യൂഡൽ സമൂഹത്തോട് അല്ലെങ്കിൽ ഫ്യൂഡൽ ലോഡ്സിനോട് ലോയാലിറ്റി, ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പുലർത്തിയിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു ഫ്യൂഡൽ മൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു ആശയം അദ്ദേഹം ആ കാലഘട്ടത്തിലെ ഹൈറാർക്കി ആർട്ടിലും ആർക്കിടെക്ചറിലൊക്കെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. This venture extension in the cultural sphere he has been undertaken several other historians as well as who have been with the notion of feudalism. In a collection of 16 essays, The Feudal Order, State, Society, Ideology in Early Medieval India, 1987 and 2000, editor D.N. Jha. Taken care include a paper exploring cultural ideological dimension about feudal order. ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ഹൈറാർക്കി എന്തായിരുന്നു, അതിൻ്റെ ഓർഡർ എന്തായിരുന്നു എന്ന് അദ്ദേഹം മാത്രമല്ല മറ്റൊരുപാട് ചരിത്രകാരന്മാർ ചേർന്ന് എല്ലാവരുടെയും ആശയങ്ങളെ ഉൾക്കൊള്ളിച്ച് ഒരു 16 എസ്സെ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം പുറത്തിറക്കി. ദ ഫ്യൂഡൽ ഓർഡർ, സ്റ്റേറ്റ്, സൊസൈറ്റി ആൻഡ് ഐഡിയോളജി ഇൻ ഏർലി മിഡീവൽ ഇന്ത്യ, 1987 മുതൽ 2000 വരെയുള്ള എസ്സേസാണ്. ഇത് എഡിറ്റ് ചെയ്ത് D.N. Jha ആണ്. ഇന്ത്യൻ ഫ്യൂഡലിസത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമായിരുന്നു ചരിത്രകാരന്മാർക്കുണ്ടായിരുന്നത് എന്നത് വ്യക്തമാണ്. D.N. Jha, for an example, had found inconsistency between local of the evidence of the notion of Kali Yuga, the site of the crisis which Kali Yuga indicated the evidence came from Peninsular India, but crisis was expected in Brahminical നോർത്ത് ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ഒരു ക്രൈസിസ് രൂപപ്പെടുത്തി. പിന്നെ കലിയുഗ, ഈ ക്രൈസിസിനെ കലിയുഗ എന്ന് അദ്ദേഹം ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഫ്യൂഡലിസം എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യ, പ്രത്യേകിച്ചും മിഡീവൽ കാലഘട്ടത്തിലെ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഫ്യൂഡലിസം എന്ന് പറയുന്ന ആശയം വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു. അതിന് സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവും ഒക്കെ ആയിട്ട് പല കാരണങ്ങളുണ്ട്. അതിന് ഒരു തരത്തിലും മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഫ്യൂഡലിസവുമായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല എന്നത് തന്നെ വ്യക്തമാണ്. ഫ്യൂഡലിസം, ട്രേഡും അർബനൈസേഷനും തമ്മിലുള്ള റിലേഷൻ എന്താ എന്നതാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്യൂഡലിസം, ട്രേഡ് ആൻഡ് അർബനൈസേഷൻ എന്നുള്ളതാണ്. The basic structure of Indian feudalism thesis, that is antagonism between trade and urbanization on one hand and feudalism on other, remains untouched. The fundamental framework of Indian feudalism theory എന്ന് പറയുന്നത് it's a conflict between trade, urbanization on one side and feudalism other side. ഇപ്പോൾ ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്ന തിയറിയുടെ അടിസ്ഥാന തലം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടും ഒരു കോൺഫ്ലിക്റ്റാണ്. ആ കോൺഫ്ലിക്റ്റ് ആർക്കിടയിലൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്രേഡും അർബനൈസേഷനും ഒരു ഭാഗത്തും ഫ്യൂഡലിസം മറുഭാഗത്തും തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റാണ് ഇന്ത്യൻ ഫ്യൂഡലിസം തിയറി അല്ലെങ്കിൽ തിസീസിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഹാസ് നോട്ട് ബീൻ വിത്തൗട്ട് പ്രോബ്ലം വൈസ് വേഴ്സ്. Recent trend of historic writing. In European historiography,
itself, though, has been a sea change among the historians on this problematic. However, this persistence has posed difficulty in the light of current pattern historical research. അപ്പോൾ നിലവിലുള്ള ചരിത്ര ഗവേഷണ രീതിക്ക് ഇത് യഥാർത്ഥത്തിൽ ഒരു തടസ്സം തന്നെയാണ്. എന്നാൽ അത്രത്തോളം തടസ്സമില്ലതാണ്. യൂറോപ്യൻ ചരിത്ര രചനാശാസ്ത്രം അത് വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. കാരണം ചരിത്രപരമായിട്ടുള്ള ഓരോ പ്രോബ്ലംസ് ഉടലെടുക്കുമ്പോൾ ഹിസ്റ്റോറിയൻസ് അവരുടെ രീതികൾക്കും മാറ്റങ്ങൾ വരുത്തും, അവരുടെ തിസീസുകൾക്കും മാറ്റം വരുത്തും. അങ്ങനെ വലിയ ഒരു സീ ചേഞ്ച് ആസ് എമംഗ് ഹിസ്റ്റോറിയൻസ് ഈ ഒരു പ്രോബ്ലത്തെ അടിസ്ഥാനമാക്കി യൂറോപ്യൻ ഹിസ്റ്റോറിയോഗ്രഫിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇഫ് ഹെൻറി പ്യൂറൻ ഹാഡ് posited the irresolvable dichotomy between urban-rural, trade feudalism, natural or self-sufficient money economy dichotomy in 1930s. Later, historians tore it to pieces by demonstrating the perfect compatibility between one and another. ഹെൻറി പ്യൂറൻ അദ്ദേഹം ഇറിസോൾവബിൾ ആയിട്ടുള്ള ഒരു ഡൈക്കോട്ടമി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു ബൈനറി അദ്ദേഹം പ്രസൻറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നത് അർബൻ റൂറൽ, ട്രേഡ് ഫ്യൂഡലിസം, നഗരവും ഗ്രാമീണ ജീവിതത്തെയും അതുപോലെ വ്യാപാരവും ഫ്യൂഡലിസവും, സെൽഫ് സഫിഷ്യൻ്റ് എക്കോണമിയും മണി എക്കോണമി എന്നൊക്കെ 1930കളിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കൺട്രാസ്റ്റീവ് ഡൈക്കോട്ടമിക് ആയിട്ടുള്ള കൺട്രാസ്റ്റീവ് പ്രോബ്ലംസാണ് റിസോൾവ് ചെയ്യാൻ കഴിയാത്തത്, പരിഹരിക്കാൻ കഴിയാത്തതായിട്ട്. എന്നാൽ പിന്നീട് വന്ന ചരിത്രകാരന്മാർ ഇതെല്ലാം രണ്ടാകായി വേർതിരിച്ചുകൊണ്ട്, ഇതിനെ കീറി മുറിച്ചുകൊണ്ട് they tore into pieces by demonstrating perfect compatibility between one and the other. രണ്ടും രണ്ടായി വേർപിരിച്ചുകൊണ്ട് എന്താണെന്ന് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ദ ഗ്രേറ്റ് ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ മാർക്ക് ബ്ലോഷ് even titled one of his paper Natural Economy versus Money Economy, a pseudo dilemma. പ്രശസ്തനായ ഫ്രഞ്ച് ചരിത്രകാരൻ മാർക്ക് ബ്ലോഷ് അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പറിൻ്റെ പേര് നാച്ചുറൽ എക്കോണമി വേഴ്സസ് മണി എക്കോണമി, എ സ്യൂഡോ ഡിലോമ എന്നാണ് പറഞ്ഞത്. ഒരു മിഥ്യാധാരണ, ഒരു മിഥ്യ ആശയക്കുഴപ്പം. അനദർ ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ഗൈബോയ്സ്, as in the recent work, trace the development of feudal economic relationship in Western Europe around the year thousands, in those very areas where trade had greatly developed. ഗൈബോയ്സ് അദ്ദേഹത്തിൻ്റെ ഫ്രഞ്ച് ചരിത്രകാരൻ, അദ്ദേഹം അടുത്ത കാലത്തായി നടത്തിയ അദ്ദേഹത്തിൻ്റെ ഫ്യൂഡൽ എക്കണോമിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനം ഏകദേശം വെസ്റ്റേൺ യൂറോപ്പിൽ ആയിരങ്ങളിൽ നടന്നിട്ടുള്ള ഫ്യൂഡൽ എക്കണോമിക് റിലേഷൻ വിത്ത് ട്രേഡ് എന്ന് അദ്ദേഹം നടത്തിയ പഠനത്തിൽ അദ്ദേഹം പറയുന്നത് ട്രേഡ് ഹാഡ് ഗ്രേറ്റ്ലി ഡെവലപ്ഡ് എന്നാണ്. വ്യാപാരം വളരെയധികം വികസിക്കപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ, പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സോ ഹി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ ഡയറക്റ്റ് കാഷ്വൽ റിലേഷൻ ബിറ്റ്വീൻ ട്രേഡ് ആൻഡ് ഫ്യൂഡലിസം. വ്യാപാരവും ഫ്യൂഡലിസവും തമ്മിൽ നേരിട്ടുള്ളൊരു ബന്ധമുണ്ട്, എ കാഷ്വൽ റിലേഷൻ ഉണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ദ ട്രേഡ് ഫ്യൂഡലിസം dichotomy has thus been abandoned in very place of its origin. The very notion of existence of natural self-sufficient money economy has been fundamentally questioned both at the level of theory, while empirical data almost everywhere. എന്നാൽ ട്രേഡ് ഫ്യൂഡലിസം എന്ന് പറയുന്ന ഈ രണ്ട്, ഒരു നാണയത്തിൻ്റെ ഇരുവശമായിട്ടുള്ള ഈ രണ്ട് ഘടകങ്ങളെ തുടക്കം മുതലേ റിജക്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ആശയങ്ങളായിരുന്നു.
എന്ന അടുത്ത കാലത്തായിട്ട് നടത്തിയിട്ടുള്ള പഠനത്തിൽ ഫ്രഞ്ച് ചരിത്രകാരനായ ഗൈബോയ്സ് പറയുന്നത് ട്രേഡും ഫ്യൂഡലിസവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്നാണ്. The very notion of this existence of rural self-sufficient economy has been fundamentally questioned. അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യപ്പെട്ട ഒരു ആശയമായിരുന്നു സെൽഫ് സഫിഷ്യൻ്റ് എക്കോണമി, നാച്ചുറൽ എക്കോണമി എന്നുള്ളത്. ഇത് സൈദ്ധാന്തികപരമായി തിയററ്റിക്കൽ തലത്തിലും എംപീരിക്കൽ ഡാറ്റ തലത്തിലും എല്ലായിടത്തും ചോദ്യം ചെയ്യപ്പെട്ടൊരാശയം. Clearly, even for one's daily need, the lowest level of subsistence, some trade must take place, whether for buying salt, cloth, or utensils. The volume of buying things and the use of money for the rise as we go up social ladder. വളരെ വ്യക്തമായി നമുക്കറിയാം, ദൈനംദിന ആവശ്യത്തിന് വേണ്ടി എന്തായാലും ഏറ്റവും താഴെ തട്ടിൽ നിന്ന് തന്നെ വ്യാപാരം ആരംഭിക്കുന്നതാണ്. ഉപ്പോ വസ്ത്രങ്ങളോ നിത്യോപയോഗ സാധനങ്ങളോ വാങ്ങുക എന്നുള്ളത്, അതിൻ്റെ വ്യാപാരം നടത്തുക, വാങ്ങുക എന്നുള്ളത് അടിസ്ഥാന തലത്തിലുള്ള ഒന്നാണ്. വാങ്ങുന്ന വസ്തുവിൻ്റെ അളവ് വർദ്ധിക്കും തോറും അതിൽ നിന്ന് ലഭിക്കുന്ന പണത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു. അതിനനുസരിച്ച് സാമൂഹികമായ തലവും വർദ്ധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്തുണ്ടാവും? സോഷ്യൽ ലാഡറിൽ ഇത് വിൽക്കുന്നവർ പതുക്കെ പണം സ്വരൂപിക്കപ്പെടുന്നതോടുകൂടി അവർ ഹയർ ലെവലിലേക്ക് സാമൂഹികമായി പണമുണ്ടാകുന്നതോടുകൂടി ഉയർന്ന തലത്തിലേക്ക് സോഷ്യൽ ലാഡറിൽ കയറിക്കൊണ്ടിരിക്കും. Trade in one form or another is intertwined with agricultural economy because the diverse nature of soil in the various regions mandate the cultivation of the different crops. വ്യാപാരം എപ്പോഴും കാർഷിക സമ്പദ് വ്യവസ്ഥയുമായി ഇടകലർന്നു നിൽക്കുന്ന ഒന്നാണ് വ്യാപാരം എന്ന് പറഞ്ഞാൽ വേർപിരിക്കാൻ പറ്റില്ല. ഒരു തരത്തിലോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലോ അത് കണക്റ്റഡാണ്. കൾട്ടിവേഷൻ, ഇനി കാർഷിക മേഖല എന്ന് പറയുന്നത് പ്രാദേശികമായി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. മണ്ണിൻ്റെ ഫലഭൂഷ്ടി അനുസരിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിളവും അതിൻ്റെ കാർഷിക രീതിയൊക്കെ വ്യത്യാസമാണ്. They must exchange their product in order to obtain necessity of subsistence. അപ്പോൾ തീർച്ചയായും എക്സ്ചേഞ്ച് ദ റെസ്പെക്റ്റീവ് അഗ്രികൾച്ചർ yield to become ഇവിടെ കാർഷിക വസ്തുത അല്ലെങ്കിൽ കാർഷിക വിഭവങ്ങൾ പരസ്പരം കൈമാറുക. എല്ലായിടത്തും ഒരേ കാർഷിക വിഭവം ഉണ്ടാവില്ല, പ്രാദേശികമായി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത്തരം കൈമാറ്റങ്ങൾ തീർച്ചയായും അത്യാവശ്യം തന്നെയായിരുന്നു താനും. അപ്പോൾ കാർഷിക വൃത്തി, വ്യാപാരം എന്നിവ വേർപിരിക്കാൻ പറ്റാത്തതാണ്. വ്യാപാരം എന്ന് പറയുന്നത് സാമൂഹിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സാധനമാണ്. അതിൽ നിന്ന് പണമുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് കച്ചവടം കൂടുതലായി നടക്കുമ്പോൾ. അപ്പോൾ സാമൂഹികമായ തലത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നു, ജീവിത നിലവാരം വളരപ്പെടും എന്നുള്ളതാണ്. അങ്ങനൊരു കൂട്ടം സമ്പന്നതയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുമെന്നാണ്. Empirically, several historians have had a problem the notion of decline, trade and scarcity of currency in the region, the period of Indian feudalism. But numerous historians, ഒരുപാട് ചരിത്രകാരന്മാർ അവർ മുന്നോട്ട് വെച്ചൊരു എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരാശയമാണ് ട്രേഡ് ഡിക്ലൈൻ, കറൻസി സ്കേഴ്സിറ്റി ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് റീജിയൻ ഇറ ഓഫ് ഇന്ത്യൻ ഫ്യൂഡലിസം. വ്യാപാരത്തിന് തകർച്ച സംഭവിച്ചപ്പോൾ, കുറവ് സംഭവിച്ചപ്പോൾ പണത്തിനും കുറവുണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം കറൻസി സ്കേഴ്സിറ്റി ഉണ്ടാവും ആ പ്രദേശത്ത്. ഓർ ദ റീജിയൻ ദ ഇറ ഓഫ് ഇന്ത്യൻ ഫ്യൂഡലിസം. അപ്പോൾ ഇന്ത്യൻ ഫ്യൂഡലിസം ഉണ്ടായ കാലഘട്ടത്തിൽ കറൻസി സ്കേഴ്സിറ്റി ഉണ്ടായിരുന്നു, അതുപോലെ ട്രേഡ് വളരെ കുറവായിരുന്നു. D.N. Jha had criticized R.S. Sharma for relying too heavily on the essence of long-distance external trade as the cause rise of feudalism in India. ജാ R.S. ശർമ്മയുടെ ആശയത്തെ വിമർശിച്ചിട്ടുള്ളൊരു കാര്യം, ശർമ്മ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. അത്
ലോങ് ഡിസ്റ്റൻസ് എക്സ്റ്റേണൽ ട്രേഡുകൾ ഇന്ത്യൻ ഫ്യൂഡലിസത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബാഹ്യമായ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് ആബ്സെൻ്റ് ആയതോടുകൂടി, ഇല്ലാതായതോടുകൂടി ഇന്ത്യയിൽ സ്കേഴ്സിറ്റി ഓഫ് കറൻസി ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യൻ ഫ്യൂഡലിസത്തിന് കാരണമായിട്ടുണ്ട്. ഇത് ശർമ്മ നോട്ടീസ് ചെയ്തില്ല എന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നു. But more substantively, trade has been demonstrated to have flourished in several regions of India long before the deadline set feudalist from a revival around the year 1000 parallel to Europe. പക്ഷേ ഇതിനോട് കൂട്ടി വായിക്കാവുന്ന മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ, വ്യാപാരം എന്ന് പറയുന്നത് ഫ്ലോറിഷ്ഡ് ഇൻ സെവറൽ റീജിയൻ ഓഫ് ഇന്ത്യ ലോങ് ബിഫോർ ഡെഡ്ലൈൻ സെറ്റ് ബൈ ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തിൻ്റെ ഡെഡ്ലൈനുകൾ വരുന്നതിന് മുമ്പേ ഇന്ത്യയിൽ വ്യാപാരം വലിയ തോതിൽ ഉണ്ടായിരുന്നു, വളർച്ച പ്രാപിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ്. B.D. Chattopadhyay shown that to happen at least a century earlier. ഒരു നൂറ്റാണ്ട് മുമ്പേ ഇത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് B.D. Chattopadhyay സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആയിരങ്ങളിൽ യൂറോപ്പിൽ നടന്ന അതേ വസ്തുത തന്നെയാണ് ഇന്ത്യയിലും ഒരു പക്ഷേ ഉണ്ടായിരുന്നത്. More recently, Ranbir Chakravarti in two books, Trade in Early India 2001 and Trade and Traders in Early Indian Society 2002, brought forward ample evidence flourishing trade in the concerned period. മേൽപ്പറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വ്യാപാരം പുരോഗമിക്കാനുള്ള, വളർന്ന് പന്തലിക്കാനുള്ള കാരണമെന്തെന്നും സൂചിപ്പിക്കുന്ന ചരിത്രകാരൻ രൺബീർ ചക്രവർത്തി അടുത്ത കാലത്തായി പ്രസിദ്ധീകരിച്ച 2 പുസ്തകങ്ങളാണ് 2001 പബ്ലിഷ് ചെയ്ത ട്രേഡ് ഇൻ ഏർലി ഇന്ത്യയും 2002 പബ്ലിഷ് ചെയ്ത ട്രേഡ് ആൻഡ് ട്രേഡേഴ്സ് ഇൻ ഏർലി ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ദ മോണിറ്ററി അനീമിയ തിസിസ് ഫണ്ടമെൻ്റൽ ടു ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ ഫ്യൂഡലിസം has also been put under severe strain to recent research. B.D. Chattopadhyay. മോണിറ്ററി അനീമിയ തിസീസ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ ഉത്ഭവത്തിന് കാരണം എന്താണെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നു. പ്രധാനമായും എവിടെയാണോ പണത്തിൻ്റെ വരവ് കുറയുന്നത് അവിടെ ഫ്യൂഡലിസത്തിന് വഴി തെളിയിക്കപ്പെട്ടു എന്ന് കരുതപ്പെടാമെന്നാണ്. B.D. Chattopadhyay and B.N. Mukherjee are these recent researchers. Jonas Dale, too, in his book Living Without Silver in 1990s, it was published in 1990, seriously undermined the assumption scarcity of money. ദിയൽ തൻ്റെ പുസ്തകമായി 1990 പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ലിവിങ് വിത്തൗട്ട് സിൽവർ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ ഗൗരവപൂർവമായി അദ്ദേഹം പണത്തിൻ്റെ ദൗർലഭ്യത എന്തിലേക്ക് നയിക്കും എന്നുള്ള ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്. One must also keep in mind that metal like gold, silver, copper are not only the forms of money in medieval society. അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു, സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവ മധ്യകാലഘട്ടത്തിൽ വെറും ഒരു ലോഹം മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ലോഹങ്ങൾ വെറും ഒരു പണത്തിൻ്റെ ധർമ്മം മാത്രമല്ല നിർവഹിച്ചിരുന്നത് എന്ന് ഓർമ്മയിലുണ്ടാവണമെന്ന്. മാർക്ക് ബ്ലോഷ് shown that medieval Europe almost anything could perform the function of medium of exchange, that is money. മധ്യകാല യൂറോപ്പ് പണത്തിന് വേണ്ടി എന്തും തന്നെ ചെയ്യാൻ തയ്യാറായിരുന്നു എന്ന് മാർക്ക് ബ്ലോഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. In India as well, the practice of using cowries as a medium of exchange has gained the interest of historians.
ചരിത്രകാരന്മാർ വളരെ താല്പര്യത്തോടു കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഘടകമാണ് ഇന്ത്യയിൽ പണത്തിൻ്റെ ധർമ്മം ചെയ്തിരുന്നത് മെറ്റലുകൾ മാത്രമായിരുന്നില്ല, കൗറി ഷെല്ലുകളും ഇത്തരത്തിലുള്ള ധർമ്മം ചെയ്തിരുന്നു. അതിൻ്റെ പ്രാധാന്യം അതൊരു മാധ്യമമായി ഉപയോഗിച്ചിരുന്നു എന്നത് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. The realization that obtaining cowrie shell involved extensive long-distance trade, as these shell were sourced from the distant Maldives. അപ്പോൾ ഇവിടെ ഒരു തിരിച്ചറിവ് നമുക്ക് അത്യാവശ്യമാണ്. ലോങ് ഡിസ്റ്റൻസ് ട്രേഡിൽ കൗറി ഷെല്ലുകൾ ഉപയോഗിക്കപ്പെട്ടിരുന്നു. മാൽഡീവ്സിൽ നമ്മൾ ഷെൽസ് വർ ഒബ്റ്റൈൻഡ് ഫ്രം, ഈ കൗറി ഷെല്ലുകൾ ഇതിനു വേണ്ടി അവർ നേടിയെടുത്തിരുന്നത് എവിടെ നിന്നായിരുന്നു? മാൽഡീവ്സിൽ നിന്നൊക്കെ ആയിരുന്നു. അപ്പോൾ പണത്തിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് ഫ്യൂഡലിസത്തിൻ്റെ വളർച്ചയ്ക്ക് എന്നതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടത്.